സാറേ, നമ്മുടെ ഈ സ്ഥാപനത്തിൽ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അക്കാദമിയിൽ നമുക്ക് ഒരുപാട് കുട്ടികൾ ഇപ്പോൾ +2 കഴിഞ്ഞ് നമ്മുടെ സ്ഥാപനം വിട്ടു പോവാൻ നിൽക്കുന്നവരുണ്ട്. അവർക്ക് തുടർന്ന് ഏത് കോഴ്സിലേക്കാണ് പോകേണ്ടതെന്ന് അറിയില്ല. ഇപ്പോൾ 8 കഴിഞ്ഞാൽ 9, 9 കഴിഞ്ഞാൽ 10, +1 +2 എന്നുള്ളൊരു സാധാരണ രീതി വിട്ടിട്ട് ഒരു +2 കോഴ്സ് എന്ന് പറയുന്നത് ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഭാഗമാണ്. അവിടെ നിന്ന് തുടർന്ന് അവർക്ക് എങ്ങോട്ട് പോകണം എന്നുള്ളൊരു സംശയത്തിൽ നിൽക്കുകയാണ്. പലരും എന്നോട് വന്ന് അതിനെപ്പറ്റി ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന ട്രെൻഡിങ് കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ള സാറിൻ്റെ സജഷൻ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? +2 വരെയുള്ള കാലഘട്ടം നമ്മളെ സംബന്ധിച്ചിടത്തോളം മനോഹരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഒന്നും ടെൻഷനില്ല. കാരണം 9, 10, +1, +2 അത് ആ ഒരു സീക്വൻസിൽ പോകുന്ന കാലഘട്ടമാണ്. പക്ഷെ +2വിന് ശേഷമാണ് നമുക്ക് ഏകദേശം 1600 കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാവുന്ന ഒരു അവസരം വരാണ്. ഡിപ്ലോമ കോഴ്സുകളുണ്ട്, ITI കോഴ്സുകളുണ്ട്. പക്ഷേ ഏറ്റവും ട്രെൻഡിങ് എന്ന് പറയുമ്പോൾ ഏറ്റവും ജോലി സാധ്യതയുള്ള കോഴ്സുകളാണ് നമ്മൾ ചേരേണ്ടത്. ജോലി സാധ്യത എന്ന് പറയുമ്പോൾ നമുക്കറിയാം, HR അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥാപനത്തിലേക്ക് അവർ ആഗ്രഹിക്കുന്നത് പ്രൊഫഷണൽ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികളെയാണ്. അപ്പോൾ ഒരു പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുന്ന കോഴ്സ് പഠിക്കാനായിട്ടാണ് നമ്മുടെ കുട്ടികൾ പോകേണ്ടത്. നമ്മുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഗ്രോത്തിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ആ വെർട്ടിക്കൽ ഗ്രോത്തിന് നമുക്ക് അത്യാവശ്യം എന്ന് പറയുന്നത് പ്രൊഫഷണൽ കോഴ്സാണ്. സാധാരണയായിട്ട് BScയിലുള്ള ഹോണേഴ്സ് കോഴ്സുകൾ, അതാണ് 4 വർഷത്തെ ഡിഗ്രി കോഴ്സായിട്ട് ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം പറയുന്നത്. അപ്പോൾ അവിടെ 4 കൊല്ലത്തെ ഒരു ഡിഗ്രിയിലേക്ക് കടക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ആ കോഴ്സുകൾ പ്രൊഫഷണൽ കോഴ്സുകളാണോ, സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടോ, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധയിൽപ്പെടണം. ഒരു കോഴ്സ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വന്നിട്ടുള്ളത് AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു കോഴ്സാണ്. ഇപ്പം എല്ലാ കോളേജുകൾ കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 150 എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. തൊട്ടടുത്തുള്ള സംസ്ഥാനം, അതായത് തമിഴ്നാട്, അവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 650 എഞ്ചിനീയറിംഗ് കോളേജ്. ഇവിടെയെല്ലാം തന്നെ ഒരു ബാച്ച് അല്ല, 2 ബാച്ച്, അതായത് 60 × 2 120 കുട്ടികളാണ് ഓരോ കോളേജുകളിലും ഈ വർഷം നമ്മൾ ജോയിൻ ചെയ്യാൻ നിൽക്കുന്നത്. അവർക്ക് കുട്ടികൾക്ക് സീറ്റ് കൊടുക്കാൻ ഇല്ലാത്തൊരവസ്ഥയിലാണ്. എന്തുകൊണ്ടാണ് അതുപോലെയുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സ് ഇത്രയും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കാരണം? അത് ട്രെൻഡിങ് കോഴ്സാണ്. മാത്രമല്ല അതിൻ്റെ ജോലി സാധ്യതകൾ നമുക്ക് കേരളത്തിൽ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോ പാർക്കിൻ്റെ phase 3യുടെ ഒരു കൂടുതലായിട്ട് ഏകദേശം ഈ അടുത്ത ഒരു വർഷത്തേക്ക് 2000 വേക്കൻസിക്കുള്ള ആളുകളുണ്ട്. അതുപോലെ നമ്മൾ ബാംഗ്ലൂർ നോക്കുകയാണെങ്കിൽ ഏകദേശം 50,000 വേക്കൻസികളാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഓട്ടോമേഷനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോഴ്സുകൾ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് പോകുന്ന കോഴ്സാണ്. അതുപോലെ തന്നെ ഫാർമസി കോഴ്സ് ട്രെൻഡിങ് ആണ് എന്ന് പറയാൻ കാരണം എന്താണ്? ഒരു ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രിയുടെ ഒരു സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുക, അല്ലേ? അതല്ലാതെ PCI എന്ന് പറയും, ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ, അവിടുത്തെ സർട്ടിഫിക്കറ്റും കൂടി കിട്ടുമ്പോൾ നമുക്കറിയാം, നമ്മൾ മരുന്ന് വാങ്ങാൻ മെഡിക്കൽ ഷോപ്പിൽ പോകുമ്പോൾ അവിടെ ഒരു ആളുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഒരു ഫ്രെയിമിൽ നമ്മൾ ഒരു സർട്ടിഫിക്കറ്റൊക്കെ എടുക്കുന്നുണ്ടാവും, അല്ലേ? അതൊക്കെ എന്താണ്? ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കേഷനാണ്. അപ്പം നമുക്ക് സ്വന്തമായിട്ട് ഓൺട്രപ്രണർ ആവാനായിട്ട് പറ്റും. അതേപോലെ ആർക്കിടെക്ചർ, നന്നായി പടം വരയ്ക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കിടെക്ചർ ഒരു നല്ലൊരു ഓപ്ഷനാണ്. കാരണം ആർക്കിടെക്ചർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ COA എന്ന് പറയും, കൗൺസിൽ ഓഫ് ആർക്കിടെക്ട്സ്. അപ്പോൾ നമ്മുടെ പേരിൻ്റെ തൊട്ട് മുൻപ് AR, ആർക്കിടെക്ട് എന്ന് നമുക്ക് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷൻ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒപ്പിന് തന്നെ ഭയങ്കര വാല്യൂ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള കോഴ്സുകളെല്ലാം തന്നെ നമുക്ക് ട്രെൻഡിങ് കോഴ്സുകളായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും.